നമസ്കാരം. നമ്മുടെ സ്വന്തം കേരളത്തിൽ യൂറോപ്യൻ സ്റ്റൈലിൽ ഒരു വീട് പണിതാൽ എങ്ങനെയിരിക്കും? അങ്ങനെ പണിതിരിക്കുന്ന ഒരു വീടിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വയനാട്ടിൽ വെള്ളമുണ്ട എന്ന് പറയുന്ന സ്ഥലത്താണ് യൂറോപ്യൻ കൊളോണിയൽ സ്റ്റൈലിൽ പണിതിരിക്കുന്ന ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. കോഴിക്കോടുള്ള ആർക്കിടെക്റ്റാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. മൈ ബെറ്റർ ഹോമിൻ്റെ പുതിയ ഹോം ടൂർ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിൽ പൊതുവേ ഇങ്ങനെ ഒരു പക്ക വെസ്റ്റേൺ സ്റ്റൈലിൽ ചെയ്തിട്ടുള്ള വീടുകൾ അധികം കാണാൻ സാധിക്കാറില്ല. നമ്മുടെ നാട്ടിലെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ആ ഒരു ഡിസൈനും കുറച്ചൊക്കെ ഒരു വെസ്റ്റേൺ എലമെൻറ്റ്സ് കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റൈലിലാണ് വീടുകൾ ഡിസൈൻ ചെയ്യുക. എന്നാൽ ഫുള്ളായിട്ട് ഒരു കൊളോണിയൽ തീമിൽ ചെയ്തിരിക്കുന്ന ഒരു വീടാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഈ വീട്ടിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് ആണെങ്കിലും കളർ തീം ആണെങ്കിലും ആ ഒരു ഡിസൈൻ എലമെൻ്റ് ആണെങ്കിലും ഒക്കെ ഒരു പക്ക വെസ്റ്റേൺ സ്റ്റൈലിലാണ് ചെയ്തിട്ടുള്ളത്. കോഴിക്കോടുള്ള പ്രകൃതി ആർക്കിടെക്ട്സ് ആണ് ഈ വീടിൻ്റെ ഡിസൈനും കൺസ്ട്രക്ഷനും ഇൻറ്റീരിയർ വർക്ക്സുകളും എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അവരെക്കുറിച്ച് ഡീപ്പായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം. അതിന് മുമ്പ് ഈ വീടിൻ്റെ എലിവേഷൻ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ വീടിൻ്റെ റൂഫിങ്ങിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും ഷിംഗിൾസ് ആണ് റൂഫിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. യൂറോപ്യൻ കൺട്രീസിലൊക്കെ റൂഫിങ്ങിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന സെയിം മെറ്റീരിയൽ തന്നെയാണ് ഈ വീട്ടിലും റൂഫിങ്ങിന് യൂസ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന ഭാഗത്ത് ഒരു ആർച്ച് ഷേപ്പ് നൽകിയിരിക്കുന്നു. സെയിം ആർച്ച് ഷേപ്പ് ഇങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരു ഇംഗ്ലീഷ് ഹൗസിൽ കാണുന്ന തരത്തിലുള്ള ഒരു എലിവേഷൻ പാറ്റേണും ഒരു ടെക്സ്ചർ ഫിനിഷുമാണ് ഈ വീട്ടിൽ നൽകിയിട്ടുള്ളത്. വീടിനകത്തേക്ക് കയറി കാണിക്കാം. വീടിനകത്തേക്കാണ് കൂടുതൽ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുക. സിറ്റ് ഔട്ടിൻ്റെ ഡിസൈനൊക്കെ നല്ല രസമായിട്ടുള്ള രീതിയിലാട്ടോ ചെയ്തിരിക്കുന്നത്. കയറുമ്പം തന്നെ ഒരു ആർച്ച് ഷേപ്പിലാണ് ഈ ഒരു എൻട്രൻസ് ചെയ്തിട്ടുള്ളത്. 2 സ്റ്റെപ്പുകൾ നൽകിയിട്ടുണ്ട്. നേരെ നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് കുറച്ച് നടക്കാൻ ഒരു പാസേജ് സ്പേസ് പോലെ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു ലോബി പോലെ ഇങ്ങനെ ഒരു ഏരിയ നൽകിയിട്ടുണ്ട്. വീതിയൊക്കെ വളരെ കുറവാണ്, എന്നാൽ അതിങ്ങനെ നല്ല ലെങ്തി ആയിട്ട് നൽകിയിട്ടുണ്ട്. നമ്മൾ ഔട്ട് സൈഡിൽ നിന്ന് ആ ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിൽ കാണുന്ന ഭാഗമില്ലേ, അത് ഈ ഒരു സ്പേസാണ്. ഇവിടെ സിറ്റ് ഔട്ടിൽ സീറ്റിംഗ് ഏരിയ നൽകിയിരിക്കുന്നത് ഇവിടെയാണ്. അത്യാവശ്യം ആളുകൾക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഫൈബർ ചെയറുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. വലിയ വിൻഡോസ് ആട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷ് ഹൗസുകളിലൊക്കെ ഇതുപോലത്തെ വലിയ വിൻഡോസാണ് യൂസ് ചെയ്യുക. ഫ്രഞ്ച് വിൻഡോസ് എന്നൊക്കെ നമുക്കിതിനെ പറയാം. അലുമിനിയത്തിലാണ് എല്ലാ വിൻഡോസും ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളറാണ് വിൻഡോസൊക്കെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സിറ്റ് ഔട്ടിലേക്കൊക്കെ വരികയാണെങ്കിൽ വാളിൻ്റെ കളർ നോക്കിയാൽ നമുക്കറിയാം വൈറ്റ് ഷെയ്ഡിന് പകരം അല്പം ഒരു ഡാർക്ക് ഷെയ്ഡാണ് കളർ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ വൈറ്റ് വിൻഡോസ് വരുന്ന സമയത്ത് നല്ല ഭംഗി ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ് ഈ വീടിൻ്റെ ഒരു സിറ്റ് ഔട്ട് ഏരിയ. അധികം സ്പേസ് ഒന്നുമില്ല, എന്നാലും ലെങ്തി ആയിട്ട് വേറൊരു വൈബിൽ ചെയ്തിരിക്കുന്നു. നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള ആർക്കിടെക്റ്റിൻ്റെ ഓഫീസിലാണ് നമ്മളിപ്പം നിൽക്കുന്നത്. സാർ നമസ്കാരം. നമസ്കാരം. സാറിൻ്റെ സ്ഥാപനത്തെയും സാറിൻ്റെ പേരും ഒക്കെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് പരിചയപ്പെടുത്തും. എൻ്റെ പേര് നസീറാണ്. ഫേമിൻ്റെ പേര് പ്രകൃതി ആർക്കിടെക്ട് കൺസൾട്ടൻസിയാണ്. തൊണ്ടയാട് ബൈപ്പാസ് നിയർ കോർപ്പറേഷൻ്റെ അടുത്താണ് നമ്മുടെ ഓഫീസ് നിൽക്കുന്നത്. പ്രകൃതി ആർക്കിടെക്ട്സ് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്. പേര് പോലെ തന്നെ ഈ ഒരു ഓഫീസും ആ ഒരു ആംബിയൻസിലാണ് ചെയ്തിട്ടുള്ളത്. സാർ ഇപ്പോൾ എത്ര വർഷമായി ഒരു ആർക്കിടെക്ചറൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നത്? ഓൾമോസ്റ്റ് 25 ഇയേഴ്സായി. 25 വർഷം, ഒരു 1/4 നൂറ്റാണ്ട് സമയം സാർ ഈ ഒരു ആർക്കിടെക്ചർ, വീട് നിർമ്മാണവും ബിൽഡിംഗ് നിർമ്മാണവും ഒക്കെ ആയിട്ട് ഏർപ്പെട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്ന വീട് ഏതാണ്ട് എത്ര വർഷമായിട്ടുണ്ടാവും പണി പൂർത്തിയായിട്ട്? ഒരു 2.5-3 വർഷത്തിൻ്റെ അടുത്തായി. ഓൾമോസ്റ്റ് 3 വർഷത്തിനടുത്താവാനായി. ഏകദേശം പൂർണ്ണമായിട്ടും ഇതൊരു ഇംഗ്ലീഷ് സ്റ്റൈൽ, ഒരു യൂറോപ്യൻ സ്റ്റൈൽ വീട് പോലെയാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു കൺസെപ്റ്റ് ഇവിടെ അത് ഫിക്സ് ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വരുന്നത്? അത് ക്ലയൻറ്റ് അവർ വർക്ക് ചെയ്യുന്നത് US-ലാണ്. അപ്പോൾ US-ലുള്ള അവർ കണ്ട് അവർക്ക് ശീലിച്ചൊരു ഇഷ്ടം, അങ്ങനത്തെ ഒരു വീട് തന്നെ എക്സാക്ട്ലി കംപ്ലീറ്റ് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും കംപ്ലീറ്റ് അതേപോലെ തന്നെ വേണമെന്ന് അവർക്ക് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് സിമ്പിൾ ഡിസൈനും ആ കളർ തീമും എക്സ്റ്റീരിയർ ഔട്ട്ലുക്കൊക്കെ കംപ്ലീറ്റ് ഓൾമോസ്റ്റ് 100% തന്നെ പറയാം അവിടുത്തെ ബേസ് ചെയ്തിട്ടാണ് അത് പ്ലാൻ ചെയ്ത്. ശരിക്കും നമ്മൾ സ്ഥലം പറയാതെ ഫോട്ടോ മാത്രം കാണിച്ചാൽ ഈ വീട് യൂറോപ്പിലാണ് എന്നാണ് ഫസ്റ്റ് ടൈം ആരും ഒന്ന് തെറ്റിദ്ധരിക്കുക. പിന്നീട് നമ്മൾ ഇത് വയനാട്ടിലാണെന്ന് പറയുമ്പോഴാണ് ഇത് നമ്മുടെ നാട്ടിൽ ചെയ്തിരിക്കുന്ന വർക്കാണ്. പ്രകൃതി ആർക്കിടെക്ട്സ് പൊതുവെ ഇത്തരത്തിലുള്ള യുണീക്ക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണോ ചെയ്യാറുള്ളത്? നമ്മൾ ഓൾമോസ്റ്റ് അങ്ങനത്തെ യുണീക്കായിട്ട് വർക്കുകളാണ് ചെയ്യാറ്. ഒരു കൺസ്ട്രക്ഷൻ പോലെ മറ്റൊരു കൺസ്ട്രക്ഷൻ നിർമ്മിതി ഇതുവരെ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ഡിഫറെൻറ്റ് സ്റ്റൈലും ഡിഫറെൻറ്റ് മോഡലും. പിന്നെ പല ആൾക്കാരും താമസിക്കുന്ന ഇപ്പോൾ യൂറോപ്പിലാണ് ആൾക്കാരുണ്ട്, മിഡിൽ ഈസ്റ്റ് ആൾക്കാരുണ്ട്, ചൈനയിലുള്ള ആൾക്കാരുണ്ട്, മലേഷ്യൻ ആൾക്കാരുണ്ട്. അവർക്ക് അവരുടേതായ തോട്ടിലും ഇഷ്ടത്തിനനുസരിച്ച് പല വെറൈറ്റി വീടുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്.
ഇനിയിപ്പോൾ ഫ്യൂച്ചർ പ്രൊജക്റ്റുകളിലേക്ക് വരുമ്പം പ്രകൃതി ആർക്കിടെക്ട്സ് മുന്നോട്ടുള്ള പ്രൊജക്റ്റുകളൊക്കെ എങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിനെക്കുറിച്ചൊരു ഐഡിയ നമുക്ക് തരും? കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് കംപ്ലീറ്റ് ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനുകളുടെ വർക്കുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഏതാനും മാസങ്ങളോ വർഷങ്ങളോ ഉള്ളിൽ അതിൻ്റെയൊക്കെ ഫിനിഷിങ്ങും സ്റ്റേജും കാര്യങ്ങളും പുറത്ത് ഔട്ട്ലുക്ക് വരാൻ ഇരിക്കുന്നേ ഉള്ളൂ. കംപ്ലീറ്റ് ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനുകളാണ് കംപ്ലീറ്റ് ഓൾമോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഓഫീസിൽ ഇവർ ചെയ്തിരിക്കുന്ന വർക്കുകൾ റെസിഡൻഷ്യൽ ആയാലും ഇനിയിപ്പം കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾ, വലിയ ഓഡിറ്റോറിയംസ് ഒക്കെ ഒരുപാട് പ്രൊജക്റ്റുകൾ സാറിൻ്റെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്, റിസോർട്ട്സ്, അതേപോലെ ഈ റിലീജിയസ് ബിൽഡിംഗ്, പള്ളികളൊക്കെ സാറുകൾ പള്ളികൾ ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയ പള്ളികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും, ഓരോ പ്രൊജക്റ്റിൻ്റെ ഒക്കെ വരുന്ന പ്രൊജക്റ്റുകളുടെയൊക്കെ ഡീറ്റെയിൽസ്. അപ്പോൾ സാറ് ഇത്തരത്തിലുള്ളൊരു പുതിയൊരു പ്രൊജക്റ്റ്, ഒരു യുണീക്ക് ഐഡിയയുമായിട്ട് ഒരാൾ സാറിനെ ബന്ധപ്പെടാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് സാറിന് അപ്രോച്ച് ചെയ്യേണ്ടത്, അല്ല അപ്പോയിൻമെൻറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാമോ? നമുക്ക് ഓഫീസ് മെയിലിലോ അല്ലെങ്കിൽ ഫോൺ നമ്പറിലോ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കോൺടാക്ട് ചെയ്ത് നമ്മൾ ഓഫീസിൽ നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതാണ്. ഇവരുടെ ഓഫീസ് ഡീറ്റെയിൽസൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നൽകുന്നുണ്ടാവും. കോൺടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ഒരു പ്രൊജക്റ്റുമായിട്ട് ഡിസ്കഷൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആ ഒരു നമ്പർ യൂസ് ചെയ്യാവുന്നതാണ്. ഫ്രണ്ട് ഡോറിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഒരു ആഷ് ഗ്രേ ഷെയ്ഡിലാണ് ഡോർ ചെയ്തിരിക്കുന്നത്. ഡബിൾ ഡോറാണ്. സിമ്പിളായിട്ടുള്ള ഗ്രൂ വർക്കുകളാണ് ഡോർ ഡിസൈനായിട്ട് നൽകിയിരിക്കുന്നത്. ഡോറിനും അതേപോലെ കട്ടിലേക്കുമെല്ലാം ഇത് മരത്തിൽ പണിതിരിക്കുന്ന ഡോറാണ്. എന്നതിന് ശേഷം പിന്നീട് പെയിൻറ്റിങ് ചെയ്തിട്ടാണ് ഈ ഒരു കളർ ടോണിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. വീടിൻ്റെ അകത്ത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് കാണാം. വീടിൻ്റെ ഇൻറ്റീരിയർ സ്പേസിലേക്ക് വരികയാണെങ്കിൽ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഇൻറ്റീരിയർ കോമൺ സ്പേസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. നേരെ വാതിലിനകത്തുനിന്ന് കയറി അകത്തേക്ക് വരുന്ന സമയത്ത് തന്നെ സ്റ്റെയർ കേസ് വരുന്നു. അപ്സ്റ്റെയറിലേക്ക് നൽകിയിരിക്കുന്ന സ്റ്റെയർ കേസാണ്. ഒരു ഇംഗ്ലീഷ് ക്ലാസിക് സ്റ്റൈലിലാണ് ഈ ഒരു സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡീറ്റെയിലിങ്ങിലേക്ക് നമുക്ക് പിന്നീട് പോവാം. അതിന് മുമ്പ് ഇവിടെ എങ്ങനെയാണ് അറേഞ്ച്മെൻറ്റ് വന്നിരിക്കുന്നത് നോക്കാം. നേരെ നമ്മൾ കയറി വരുന്ന ഈ ഒരു ഫോയർ സ്പേസിൻ്റെ ഇടത് ഭാഗത്താണ് ഫോർമൽ ലിവിങ് സ്പേസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെയാണ് ഡൈനിങ് സ്പേസ് നൽകിയിരിക്കുന്നത്. പിന്നീട് ഒരു ഹാൾ സ്പേസ് ആണ് വരുന്നത്. ഇവിടെ ഒരു ഫാമിലി ലിവിങ് ഏരിയ സ്പേസ് നൽകിയിരിക്കുന്നു. രണ്ട് ഭാഗത്ത് ബെഡ്റൂമുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഈ കാണുന്ന ഭാഗത്താണ് കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്ലോറിങ്ങിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ വീട്ടിൽ ഫ്ലോറിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് വിട്രിഫൈഡ് ടൈലാണ്. 5x3 സൈസ് എന്നൊക്കെ പറയുന്ന 1500-800 സൈസിൽ വരുന്ന ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ഡിസൈനർ ടൈലുകൾ യൂസ് ചെയ്തിരിക്കുന്നു. ഇതേപോലെ പ്രിൻ്റ് വരുന്ന തരത്തിലുള്ള ഡിസൈനർ ടൈലുകളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ ബ്ലാക്ക് എപ്പോക്സി നൽകിയിട്ടുണ്ട്. നേരെ ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് 8 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് നൽകിയിരിക്കുന്നു. ചെയറുകളെല്ലാം കുഷൻ കവേർഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. എല്ലാ വിൻഡോസും പാനലിങ് ചെയ്തിട്ടുണ്ട്. പാനലിങ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ഡോർ ചെയ്തിരിക്കുന്ന സെയിം കളർ കോമ്പിനേഷൻ യൂസ് ചെയ്തിട്ടാണ്. ഒരു ആഷ് ഗ്രേ കളർ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നു. ബ്ലൈൻഡ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. റോമൻ ബ്ലൈൻഡുകൾ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള 3 ഫാൻസി ഹാങ്ങിങ് ലൈറ്റുകൾ ഇവിടെ നൽകിയിരിക്കുന്നു. ഈ ഒരു ഡൈനിങ് ടേബിളിൻ്റെ നേരെ മുകൾ ഭാഗത്താണ് ആ ഒരു ഹാങ്ങിങ് ലൈറ്റ് നൽകിയിരിക്കുന്നത്. ലിവിങ് സ്പേസിൻ്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് ലിവിങ് സ്പേസ് കാണാം. സോഫ സീറ്റേഴ്സ് ആണ് ഇവിടെ പ്രധാനമായിട്ടും നൽകിയിരിക്കുന്നത്. 3 പേർക്ക് ഇവിടെ ഇരിക്കാം. ഓരോ പേർക്ക് 2 സൈഡിലായിട്ട് ഇരിക്കാവുന്ന രീതിയിലാണ് അറേഞ്ച്മെൻറ്റ്സ് നൽകിയിട്ടുള്ളത്. ഒരു TV യൂണിറ്റ് വലിയൊരു സൈസിൽ ഇവിടെ നൽകിയിരിക്കുന്നു. അതിൻ്റെ പാനലിംഗ് ഒക്കെ ഒരു ടെക്സ്ചേർഡ് ഫിനിഷിൽ നൽകിയിരിക്കുന്നു. 2 വലിയ വിൻഡോസ് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വീടിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള നാച്ചുറൽ ലൈറ്റ് ഈ വിൻഡോസിലൂടെ ലഭിക്കുന്നുണ്ട്. നേരെ നമ്മൾ പാസേജ് സ്പേസിലേക്ക് പോവുകയാണെങ്കിൽ ഡൈനിങ് ടേബിളിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ വാഷ് ബേസിന് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കോമൺ ടോയ്ലറ്റ് ഇവിടെ നൽകിയിരിക്കുന്നു. ടോയ്ലറ്റിൻ്റെ ഡോർസ് എല്ലാം നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ മരത്തിൽ ചെയ്തിട്ട് പിന്നീട് പെയിൻറ് ചെയ്തെടുത്തിരിക്കുകയാണ്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു വെർട്ടിക്കൽ പർഗോളാസ് നൽകിയിരിക്കുന്നു. അതിൽ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തൂടെയും വീടിനകത്തേക്ക് മാക്സിമം ലൈറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആർക്കിടെക്റ്റ് ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ടെക്സ്ചർ പെയിൻറ്റിങ് യൂസ് ചെയ്തിട്ടാണ്. ഒരു TV സ്പേസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വാള് അലോട്ട് ചെയ്തിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഇവിടെ TV വെച്ചിട്ടില്ല. അടിയിലൊരു സ്റ്റോറേജ് സ്പേസ് നൽകിയിരിക്കുന്നു. ഇപ്പോൾ TVയുടെ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ആ ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ എൻ്റെ വലത് സൈഡിലാണ് വീട്ടിൽ കിച്ചൺ നൽകിയിരിക്കുന്നത്. ഇടത് ഭാഗങ്ങളിൽ 2 ബെഡ്റൂമുകൾ നൽകിയിരിക്കുന്നു. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും മുകളിൽ അപ്സ്റ്റെയറിൽ 2 ബെഡ്റൂമും, അങ്ങനെ 4 ബെഡ്റൂമാണ് ഈ വീട്ടിൽ നൽകിയിരിക്കുന്നത്. എൻ്റെ തൊട്ടു ബാക്കിൽ നൽകിയിരിക്കുന്നത് ഒരു നിസ്കാര മുറിയാണ്. ഒരു പ്രയർ ഏരിയ നൽകിയിട്ടുണ്ട്. അതിന് ഫിക്സഡ് ഗ്ലാസ് നൽകിയിരിക്കുന്നു. അതിൻ്റെ തൊട്ട് ബാക്കിൽ കർട്ടൻസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ കിച്ചണാണ്. മോഡുലാർ സ്റ്റൈലിലാണ് ഈ ഒരു കിച്ചൺ പണിതിരിക്കുന്നത്. അക്രിലിക് ലാമിനേറ്റ് യൂസ് ചെയ്തിട്ടാണ്
ആണ് ക്യാബിനറ്റുകൾക്കെല്ലാം ലാമിനേഷൻ നൽകിയിരിക്കുന്നത്. കിച്ചൺ ഇത്രയും തിളക്കം ലഭിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ഈ ഒരു അക്രിലിക് ലാമിനേറ്റ് ആണ്. വീടിൻ്റെ പണി കഴിഞ്ഞിട്ട് 3 വർഷമായിട്ടുണ്ടെങ്കിലും ഇപ്പോഴും കിച്ചൺ ഒരു ഫ്രഷ്നെസ് നൽകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ കൗണ്ടർ ടോപ്പുകളൊക്കെ വൈറ്റ് കളറിൽ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും വൈറ്റ് കളറിൽ കൗണ്ടർ ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫ്രഷ്നെസ് ഒരുപാട് കാലം കീപ്പ് ചെയ്യാൻ പറ്റും. കൊറിയൻ ടോപ്പാണ് ഇവിടെ കൗണ്ടർ ടോപ്പിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. 2 ഭാഗത്തും ക്യാബിനറ്റുകളുണ്ട്, അവിടെ എല്ലാം കൊറിയൻ ടോപ്പാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സ്പെഷ്യലായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ ഇതേപോലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിരിക്കുന്നു. 2 ഭാഗത്തും ബെഞ്ച് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷ് വീട്ടിലൊക്കെ കാണുന്ന രീതിയിൽ ചുമരുകളൊക്കെ വുഡ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഇത് വുഡൻ പാനലിങ് ചെയ്തിരിക്കുകയാണ്. വെനീർ ഉപയോഗിച്ചിട്ടാണ് ഈ പാനലിങ് ചെയ്തിരിക്കുന്നത്. ഇവിടെ അലുമിനിയം ഉപയോഗിച്ചിട്ട് ഒരു വിൻഡോ നൽകിയിട്ടുണ്ട്. അത് തന്നെ മുകളിലേക്ക് തുറക്കുന്ന രീതിയിലുള്ള ഇംഗ്ലീഷ് ടൈപ്പ് വിൻഡോസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇത് ഫിക്സഡ് ഗ്ലാസ് ആണ്, ഇത് തുറക്കാൻ പറ്റില്ല. ഈ 2 വിൻഡോസും ആണ് നമുക്ക് തുറക്കാൻ സാധിക്കുക. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഹുഡ് ആൻഡ് ഹോബ് നൽകിയിരിക്കുന്നത് ഇവിടെയാണ്, സിങ്ക് നൽകിയിരിക്കുന്നത് ഇവിടെയാണ്, ഫ്രിഡ്ജും ഓവണും ഒക്കെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് നൽകിയിരിക്കുന്നത്. മുകൾ ഭാഗത്തൊക്കെ സ്റ്റോറേജ് യൂണിറ്റുകൾ നൽകിയിട്ടുണ്ട് കേട്ടോ. നോക്കൂ, കളർ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ ഒരു ഗ്രീൻ ഷെയ്ഡാണ് കിച്ചണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം അക്രിലിക് ലാമിനേറ്റ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരു ഡാർക്ക് ഗ്രീൻ വരുന്ന സമയത്ത് മുകളിലേക്കൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് യൂസ് ചെയ്തിട്ടുണ്ട്. നേരെ നമുക്ക് കിച്ചണിന് ഔട്ട്സൈഡിലേക്ക് ഇറങ്ങാനുള്ളൊരു ഡോറാണ് അവിടെ നൽകിയിരിക്കുന്നത്. വേറെ സെപ്പറേറ്റ് വർക്ക് ഏരിയ കാര്യങ്ങളോ ഒന്നും നൽകിയിട്ടില്ല. ഫോർമൽ കിച്ചണും വർക്ക് ഏരിയ ഒക്കെ ഈ ഒരു കിച്ചൺ തന്നെയാണ്. നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലാണ് ഈ കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീട്ടിലെ ബെഡ്റൂമുകൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ ഏറ്റവും വലിയ ബെഡ്റൂമാണിത്. 440 ബെഡ്റൂമിന് ലെങ്ത് നൽകിയിരിക്കുന്നത്, 360 വിഡ്ത്ത് നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹെഡ് ബോർഡ് ഫുള്ളായിട്ട് കുഷൻ ചെയ്തിട്ട് ഈ ഒരു വാള് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നു. 2 ഭാഗത്തും വെനീർ ലാമിനേറ്റ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു കിങ് സൈസ് ബെഡ്റൂം, വൈറ്റ് ആൻഡ് വുഡൻ കോമ്പിനേഷനിൽ വരുന്ന ഒരു വാർഡ്രോബ് ചെയ്തിരിക്കുന്നു. ഫ്ലോറിങ്ങിലൊക്കെ സെയിം ടൈപ്പ് ടൈല് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ഏരിയ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. എൻ്റെ പുറകിൽ കാണുന്നതാണ് ഇവിടുത്തെ മിററും ഡ്രസ്സിംഗ് ഏരിയയും. ഒരു സ്റ്റോറേജ് സ്പേസ് നൽകിയിരിക്കുന്നു. അതിൻ്റെ എഡ്ജുകളൊക്കെ ഇതേപോലെ സ്മൂത്ത് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൗണ്ട് സ്റ്റൈലിലുള്ള ഒരു ഡ്രസ്സിംഗ് ഏരിയ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂം കാണിച്ചു തരാം. അത്യാവശ്യം ഒരു മീഡിയം സ്പേസ് ആണ് ആ ഒരു ബെഡ്റൂമിൽ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ലെങ്ത് ഒക്കെ പറയുകയാണെങ്കിൽ 420 ഇവിടെ ലെങ്ത് നൽകിയിരിക്കുന്നത്. 360 വിഡ്ത്ത് നൽകിയിട്ടുണ്ട്. കിങ് സൈസിൽ വരുന്ന ഒരു കോട്ടും സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വാളും വെയിൻസ്കോട്ട് പാനലിംഗ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പാനലിംഗ് ചെയ്തിരിക്കുന്നത്. സെൻറ്ററിൽ ടെക്സ്ചർ പെയിൻറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് വാർഡ്രോബ് നൽകിയിരിക്കുന്നത്. സിമ്പിളായിട്ടുള്ളൊരു വൈറ്റ് വുഡൻ കോമ്പിനേഷനാണ് വാർഡ്രോബിന് നൽകിയിരിക്കുന്നത്. മിറർ യൂണിറ്റ് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. ഒരു ഡ്രസ്സിംഗ് ഏരിയ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു മിറർ യൂണിറ്റും ഒരു സ്റ്റോറേജ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകിയിട്ടുള്ളത് ഈ ഭാഗത്താണ്. ഇനി നമ്മൾ ഈ വീട്ടിലെ സ്റ്റെയർ കേസ് എങ്ങനെയാണ് പണിതിരിക്കുന്നത് നോക്കാം. വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ആകർഷണമായിട്ട് നിൽക്കുന്നത് ഈ സ്റ്റെയർ കേസ് ആണ്. കംപ്ലീറ്റ് വുഡിലാട്ടോ ചെയ്തിരിക്കുന്നത്. ഈ ഹാൻഡ് റെയിലുകളൊക്കെ വുഡിലാണ് വന്നിട്ടുള്ളത്. ഈ കാണുന്ന ഫെൻസിങ് ഇത് ചെയ്തിരിക്കുന്നത് കാസ്റ്റ് അയണിലാണ്. കംപ്ലീറ്റ് ഇരുമ്പിൽ തന്നെ കാസ്റ്റ് ചെയ്തിരിക്കുന്ന സാധനമാണ്. ഇതിൻ്റെ ഹാൻഡ് റെയിലിൻ്റെ ഫെൻസിങ് ആയിട്ട് മുകൾ ഭാഗം വരെ നൽകിയിരിക്കുന്നത്. ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ പ്രത്യേകത എന്താ അറിയോ? ഇതിലൊരു ലാൻഡിങ് പോലും നൽകിയിട്ടില്ല. കംപ്ലീറ്റ് ഒരു സ്പൈറൽ ഷേപ്പിൽ സ്റ്റെപ്പുകൾ അപ്സ്റ്റെയർ വരെ വരികയാണ്. സ്റ്റെപ്പുകളുടെ ഭാഗമൊക്കെ വുഡാട്ടോ. ഇതൊക്കെ വുഡാണ് നൽകിയിരിക്കുന്നത്. അതിൽ പെയിൻറ് ചെയ്തിട്ടാണ് ഈ ഫിനിഷിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നേരെ നമ്മൾ കയറി വരുന്നത് ഒരു അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. ഇവിടെ 2 ബെഡ്റൂമുകളാണ് നൽകിയിട്ടുള്ളത്. ഒന്ന് ആ കാണുന്ന റൂമാണ്, ഒന്ന് ഈ കാണുന്ന റൂമാണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മാസ്റ്റർ ബെഡ്റൂമായിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സൈസ് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 460 ഈ ഒരു ബെഡ്റൂമിന് നീളം വരുന്നത്, 360 വീതി വരുന്നത്. ഹെഡ് ബോർഡൊക്കെ നല്ല ഉയരത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നു. സെയിം ഫാബ്രിക് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ നേരെ മുമ്പിൽ ഒരു കുഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേ കളർ പാറ്റേണിൽ വരുന്ന ഒരു വാർഡ്രോബ് ഈ ഭാഗത്ത് സെറ്റ് ചെയ്തിരിക്കുന്നു. ഇത്രയുമാണ് ഈ ഒരു ബെഡ്റൂമിൽ ചെയ്തിരിക്കുന്ന ഇൻറ്റീരിയർ ഡെക്കറേഷൻ. ആ ഭാഗത്തൊരു മിറർ നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് ടോയ്ലറ്റിലേക്കുള്ള ഡോറ് നൽകിയിട്ടുള്ളത്. അപ്സ്റ്റെയറിൽ ഒരു ബെഡ്റൂം കൂടെ ഉണ്ട്. പക്ഷേ ആ ബെഡ്റൂം ഇപ്പോൾ ഫർണിഷിങ് ചെയ്തിട്ടില്ല. ഒരു കട്ടിലും അതിൻ്റെ മുകളിൽ ബെഡ്ഷീറ്റും ചെയ്ത് വെച്ചിരിക്കുക. അല്ലാതെ ഇൻറ്റീരിയർ കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് ആ ഒരു ബെഡ്റൂം ചെയ്തിട്ടില്ല. പിന്നീട് ഫ്യൂച്ചർ പ്ലാനായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇവിടെയാണ് ബാൽക്കണിയിലേക്ക് നമുക്കൊരു വിസിബിലിറ്റി കിട്ടുന്നൊരു ഭാഗം. ഇവിടെ ഡോറ് കൊടുത്തിട്ടുണ്ട്. UPVC ഡോറുകളാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്തിട്ട് ഔട്ട് സൈഡിലേക്ക് ഇറങ്ങാനുള്ളൊരു ഓപ്ഷൻ അവിടെ നൽകിയിട്ടുണ്ട്. അങ്ങനെ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്.
ഇന്ന് നമ്മൾ കാണിച്ചിരിക്കുന്നത് സാധാരണ നമ്മൾ കാണിക്കുന്ന വീടുകളിൽ നിന്നൊക്കെ മാറ്റം ഉണ്ടായിട്ട് ഒരു യുണീക്കായിട്ടുള്ള യൂറോപ്യൻ കൊളോണിയൽ സ്റ്റൈൽ വീടാണ്. ഈ വീട് പണിതിരിക്കുന്നത് പ്രകൃതി ആർക്കിടെക്ട്സ് ആണ്. അവർ ഇതേപോലെ യുണീക്ക് സ്റ്റൈലിലുള്ള വീടുകളൊക്കെ ചെയ്യുന്ന ഒരു ആർക്കിടെക്ചറൽ സ്ഥാപനമാണ്. പക്ക ആർക്കിടെക്ചറൽ പ്രൊജക്റ്റുകളാണ് അവരെടുക്കുക. അതായത് ഒരു വർക്കിൻ്റെ കൺസ്ട്രക്ഷൻ മുതൽ അതിൻ്റെ കീ ഹാൻഡ് ഓവർ വരെയുള്ള കാര്യങ്ങളാണ് അവർ പൊതുവെ ചെയ്യുന്നത്. വലിയ പ്രൊജക്റ്റുകൾ ചെയ്യുന്ന സ്ഥാപനമാണ്. കോഴിക്കോട് തൊണ്ടയാടാണ് അവരുടെ ഓഫീസ് വരുന്നത്. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്, അവരുടെ ഇൻസ്റ്റഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയാസിൻ്റെ ലിങ്ക്സൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കാണാൻ സാധിക്കും. കോൺടാക്ട് നമ്പറും വാട്സപ്പ് നമ്പറും അതോടൊപ്പം കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള വീടുകൾ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകൾ നല്ലൊരു ആർക്കിടെക്റ്റിനെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരുമായിട്ട് നിങ്ങൾക്കൊരു ഡിസ്കഷൻ വെക്കാവുന്നതാണ്. ഒരു കൺസൾട്ടേഷൻ ഇവരുടേത് എടുക്കാവുന്നതാണ്. കമൻറ്റിൽ നമ്പേഴ്സും കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നുള്ളതും നിങ്ങളുടെ അഭിപ്രായം ഏതെങ്കിലും ഭാഗത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം കമൻറ്റിലും ഒന്ന് എഴുതി അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, ഇത്തരത്തിലുള്ള വെറൈറ്റി വീടുകൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ